ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സാവധാനം ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള പരിശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്? ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയോ അതോ തീവ്രവാദ അജണ്ടയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? ചർച്ചകളും വിവാദങ്ങളും ചൂടുപിടിക്കുമ്പോൾ മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തറേക്കടവിലച്ചനാണ്. തുറന്നു പറഞ്ഞ തറേക്കടവിലച്ചൻ. അച്ഛാ, കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ നേതാവ്, അതും മുസ്ലിം നേതാവ്, ഇന്ത്യ ഇസ്ലാമിൻ്റെ ആണ് എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ഒരു ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവ് പറയുകയുണ്ടായി. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞു വെക്കുകയുണ്ടായി. മറ്റൊരിടത്ത് മുസ്ലിം റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയുവാൻ ഒരു മുസ്ലിം വിശ്വാസിക്കും പറ്റില്ലെന്ന് ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവ് പിന്നെയും പറയുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുമായി ദീർഘകാല ബന്ധമുണ്ടെന്ന് ഒരു മുസ്ലിം പരമോന്നത നേതാവ് പറഞ്ഞു വെക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പ്രവർത്തിച്ചു പോട്ടെ എന്ന് ചില മീഡിയക്കാർ പറഞ്ഞു വെക്കുന്നു. അച്ഛാ, ഇതിൽ നിന്നെല്ലാം നമ്മൾ രാഷ്ട്രീയമായി എന്താണ് മനസ്സിലാക്കേണ്ടത്? ചെക്കിനെ പ്രേക്ഷകർക്ക് നമസ്കാരം. 2024 മുംബൈ ഹൈക്കോടതി PFI ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വിധി അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് പറയുകയുണ്ടായി. ഈ PFI ഇവിടെ പല കാര്യങ്ങൾ ചെയ്തതാണ്, അതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഇതും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ലിസ്റ്റ് കൊടുക്കുമ്പോഴും ഒക്കെ ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ശ്രദ്ധ ചെലുത്താതെ അവരുടെ സീറ്റ് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊരു സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അടിസ്ഥാനപരമായി. ഒന്നായിട്ട് ഇവരുടെ ആരംഭവും ലക്ഷ്യങ്ങളും എന്താണ്, അതവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തത് ഇവർ അധികാരം പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ എന്താണ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കിത് മനസ്സിലാക്കാമല്ലോ. ഇന്ന് ഇതൊക്കെ നമുക്ക് ഈ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങൾ, ആർക്ക് വേണമെങ്കിലും ലഭിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഇസ്ലാമിക നവീകരണം എന്ന് പറഞ്ഞ അതിൻ്റെ വക്താവായിട്ട് വന്നയാളാണ് അബ്ദുൾ അല മൗദൂദി എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്കായിട്ട് ഈ മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിൽ ജനിച്ചതാണ്. 1903 ജനിച്ചു, 79 മരിച്ചു. സിസ്റ്റമാറ്റിക്കായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എങ്ങനെ ഇവിടെ പ്രായോഗികമാക്കാം എന്ന് പഠിപ്പിച്ച, അത് പ്രായോഗികമാക്കിയ അല്ലെങ്കിൽ അതിനുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളാണ് ഇദ്ദേഹം. 1920 മുതൽ 40 വരെ ഇദ്ദേഹം ദേവബാൻഡിൽ ഡൽഹിക്കടുത്ത് മദ്രസകൾ നടത്തി ഇങ്ങനെ ആശയം പ്രചരിപ്പിച്ചു വരികയായിരുന്നു. 1941 ലാഹോറിലാണ്, പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതിനെല്ലാം കൂടെ പഴയ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷ് ഇന്ത്യ. അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പരമാധികാരം ഭൂമിയിൽ സ്ഥാപിക്കുക എന്നാണ് അടിസ്ഥാന ലക്ഷ്യം. അള്ളാഹുവിൻ്റെ പരമാധികാരം ഭൂമിയിൽ സ്ഥാപിക്കുക. രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവാനുഗ്രഹവും പരലോകവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രവൃത്തികളൊക്കെ ഇവർ ചെയ്യേണ്ടത്. അതാണ് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടമാനം ഈ പൊട്ടിത്തെറിക്കുന്ന പരിപാടി, പരലോകം കിട്ടാൻ വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ കാണുന്നത്. നേരത്തെ ഇല്ലാതിരുന്ന കലാരൂപമാണല്ലോ അത്. ദൈവമായിട്ട് അള്ളാഹുവിനെ മാത്രമേ സ്വീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഇസ്ലാമികവൽക്കരിക്കണം. അതായത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഉറങ്ങി എണീക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇസ്ലാമികവൽക്കരിക്കണം എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പിള്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ഒരു പൂർണ്ണ ജീവിത രീതിയാണ് എന്നാണ് മൗദൂദി പഠിപ്പിച്ചത്. അതാണ് ദീൻ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ജീവിത രീതിയാണ്. നാലാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജീവിത ചര്യ പ്രാവർത്തികമാക്കുക, ജീവിതത്തിൽ അത് പഠിപ്പിക്കുക. അള്ളാഹുവിൻ്റെ തത്വങ്ങൾ
വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നിയമമായിട്ട് സ്വീകരിക്കാനായിട്ട് എല്ലാവരെയും പല വിധത്തിൽ പ്രചോദിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതവർ പ്രായോഗികമാക്കിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രവർത്തിച്ചിട്ട് അവർ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയരുത്. അവർ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ആളുകളെന്നേ പറയാൻ സാധ്യമാവുകയുള്ളൂ. പൂർണ്ണ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് മതേതരത്വം പാടില്ല, കാരണം ഒരു മതമല്ലേ ഉള്ളൂ. രണ്ടാമത് ദേശീയത പാടില്ല, അതുകൊണ്ട് രാജ്യങ്ങളൊന്നുമില്ല, കാര്യം ഇതെല്ലാം ഒരു രാജ്യമാണ്. മൂന്നാമത് ജനാധിപത്യം പാടില്ല, അതുകൊണ്ട് ജനങ്ങളുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് വിലയൊന്നുമില്ല. നിയമങ്ങളെല്ലാം ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വരണമെന്നാണ് മൗദൂദി പഠിപ്പിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് ഇഖാമത്ത് ഈ ദീൻ എന്ന് പറയും, ഇസ്ലാം ഒരു പൂർണ്ണ ജീവിതചര്യയായിട്ട് സ്വീകരിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വ്യക്തിഗത ജീവിതത്തിൽ സ്വീകരിക്കണം, കുടുംബ ജീവിതത്തിൽ സ്വീകരിക്കണം, സാമൂഹിക ബന്ധങ്ങളിൽ സ്വീകരിക്കണം, സാമ്പത്തിക മേഖലയിൽ സ്വീകരിക്കണം, രാഷ്ട്രീയത്തിലും ഭരണത്തിലും എല്ലാം ഈ ഇസ്ലാമിക ജീവിത ക്രമം വരണം. അതിനുവേണ്ടി ആളുകൾ പ്രചോദിപ്പിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത് ഇസ്ലാം എന്ന് പറയുന്നതൊരു മതകർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, ഇതൊരു ധാർമ്മിക നവോത്ഥാനമാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ സേവനത്തിലും എല്ലാം ഇത് കാണണം. ജനാധിപത്യ മാർഗത്തിലൂടെ ഈ ലോകത്തെ ഇസ്ലാമികവൽക്കരിച്ചെടുക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതിന് ഒരു മുന്നണി പട വേണം. അതിനായിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒരുക്കങ്ങളും അച്ചടക്കമുള്ള നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാകണമെന്നത് പറയുന്നു. ഇന്നുള്ള മുസ്ലിങ്ങളല്ല, അതായത് അദ്ദേഹം പറയുമ്പോഴാണ് പറയുന്നത് ഈ മുസ്ലിങ്ങളല്ല, ഇന്ന് ഒത്തിരി മാറിപ്പോയല്ലോ. അവർ പടിഞ്ഞാറിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടവരാണ്. ഇസ്ലാം അവർക്കൊരാചാരം മാത്രമാണ്. ഇസ്ലാമിക ചിന്തയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട, നമുക്കറിയാലോ ഇന്ന് ഉള്ള ആളുകൾ ഇവരുടെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിനോട് താല്പര്യം പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പടിഞ്ഞാറിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ്. ഇവരെ വീണ്ടും മുസ്ലിങ്ങളാക്കണം എന്നാണ് മൗദൂദി പറഞ്ഞത്. ഇങ്ങനെ കൃത്യമായ പ്ലാനുകളുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അല്ല എനിക്കൊരു സംശയം, ജമാഅത്തെ ഇസ്ലാമി ഇത്രയും മത വികാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള വ്യക്തികൾ ഇവരെ അനുകൂലിക്കുന്നതിൻ്റെ ചേതോവികാരം മനസ്സിലാകുന്നില്ല. അതെന്താണ്? നമ്മൾ ഇവരുടെ ഈ പ്രവർത്തന രീതി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ ഈ ചരിത്രം പറഞ്ഞു വരുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇസ്ലാമിക ലോക ദർശനം എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അതിന് വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരി സ്കൂളുകൾ ഇപ്പോൾ തുറക്കുന്ന നമുക്ക് കാണാമല്ലോ. പിന്നെ പ്രസിദ്ധീകരണങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് മൗദൂദി പറഞ്ഞു വെച്ചത് സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പടിപടിയായും സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നാണ്. സമാധാനപരമായിട്ട് നിന്നിട്ട് പടിപടിയായിട്ട് ഇസ്ലാമികവൽക്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പടിപടിയായും സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്നുള്ളൊരു വിപ്ലവം ആഹ്വാനം ചെയ്തില്ല അന്ന്. ഇന്നത് കാലം മാറിയിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർവചനം അനുസരിച്ച് സമാധാനപരമായി ഇസ്ലാമിക ജീവിത രീതി ലോകത്ത് ആവിഷ്കരിക്കാനുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനമാണെന്നാണ് പറഞ്ഞത്. അതായത് വിപ്ലവ പ്രസ്ഥാനമാണ് ഇത്. സമാധാനപരമായിട്ട് ഇതിങ്ങനെ പോയി അങ്ങ് പോവുകയുള്ളൂ. ആഗോള തലത്തിൽ ഇസ്ലാമികവൽക്കരണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ലേ, മുസ്ലിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും, പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുന്നത്? ഓരോ സ്ഥലത്തും ഓരോ വ്യാഖ്യാനം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് നടപ്പാക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ മറച്ചിട്ടുകൊണ്ടല്ലെന്നാണ് അന്ന് ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. മറിച്ച് ആശയങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു രാജ്യത്ത് വ്യത്യസ്ത ഖുർആൻ വ്യാഖ്യാനം വേണമെന്ന് നമ്മുടെ നാട്ടിലൊരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഇതിലേക്ക് സർക്കുലേറ്റ് ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനം ഈ മൗദൂദിയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇസ്ലാമിക രാജ്യ സ്ഥാപനം എന്ന് പറയുന്നത് സമാധാന മാർഗത്തിലൂടെ അങ്ങ് നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ക്രിയാത്മകമായ മാർഗത്തിലൂടെ ചെയ്യണം. ആളുകളുടെ മാനസിക ഭാവങ്ങളെ മാറ്റിയെടുക്കുക എന്നാണ് ലക്ഷ്യം. ഇസ്ലാമിനെക്കുറിച്ച് അവർ പറയുന്ന വിധത്തിൽ പഠിപ്പിച്ചെടുക്കുക.
അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റുക, ഇസ്ലാമിക ആശയങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സമൂഹത്തിൻ്റെ ജീവിതം ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു വിപ്ലവത്തിലേക്ക്, ഇസ്ലാമിക വിപ്ലവത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. അതിന് ചാരിറ്റിയുമായിട്ടാണ് തുടക്കം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തുടങ്ങുന്നത് ചാരിറ്റിയുമായിട്ട്. നമ്മുടെ ഈ വയനാടുണ്ടായിരുന്ന ഈ മണ്ണിടിച്ചിൽ 10 കോടി രൂപയാണ് ചെലവഴിച്ചതെന്നാണ് മീഡിയയിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചാരിറ്റിയിലാണ് തുടക്കമൊക്കെ വളരെ മഹോന്നതമായിരിക്കും. സാമൂഹ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പലതും തുടക്കത്തിലുണ്ടാവും. യാതൊരുവിധ വിധ്വംസക പ്രവർത്തനങ്ങളും തുടക്കത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ മൗദൂദിയുടെ ആശയം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സാവധാനം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ? തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഈ ജമാഅത്തെ സ്ഥാപിക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മൗദൂദി പാകിസ്ഥാനിലേക്ക് നീങ്ങി. പിന്നെ അവിടെ മദ്രസകളിലൂടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അവിടെ തീവ്രവാദ പ്രചരണമാണ് നടന്നത്. അങ്ങനെയാണ് പല തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ പാകിസ്ഥാനിൽ രൂപം കൊണ്ടത്. വലിയ സ്കൂളുകൾ ഇദ്ദേഹം സ്ഥാപിച്ചു. ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പഷ്തോ അല്ലെ അറബിക്കിൽ താലിബേസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ സാവധാനം ആശയം പോയി ഈ താലിബാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൗദൂദിയുടെ ആ ഒരു ശക്തി എന്താണ്, അല്ലെങ്കിൽ ആശയം എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അച്ഛാ, ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, അതാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുമിച്ച് പ്രവർത്തിക്കുക അസാധ്യമായപ്പോൾ 1948 മൗദൂദിയുടെ ഇന്ത്യയിലുണ്ടായിരുന്ന അനുയായികളൊക്കെ ചേർന്ന് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ആവിഷ്കരിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ഇത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്, അതിൻ്റെ ഇന്ത്യയിലുള്ള ആളുകളതാണ്. ലക്ഷ്യം എന്താണ് അവരുടെയെന്ന് ചോദിച്ചാൽ, അവർ അന്ന് പറഞ്ഞിരുന്നത് ഇവിടെ ന്യൂനപക്ഷമായതുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ലക്ഷ്യമല്ല എന്നാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യ ഇസ്ലാമിൻ്റേതാണെന്ന് അവർ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ നമ്മളിവിടെ കാണുന്ന ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് ഒരേ ഐഡിയയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലം മാറി എന്നുള്ളത് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നെങ്കിൽ അത് മറച്ചു വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് പിടികിട്ടിയില്ല. ഇപ്പം കാലം മാറി, ഇന്ത്യ ഇസ്ലാമിൻ്റേതാണ് എന്ന ഒരു പബ്ലിക്കായിട്ട് പറയുന്ന കാലമാണ്. ജനാധിപത്യത്തിനെതിരായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ആരംഭത്തിൽ ജനാധിപത്യത്തിനെതിരാണല്ലോ നമ്മൾ പറഞ്ഞു. 1980കളിൽ ജനത്തെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. ഇനി 2011 ഏപ്രിലാണ് ഇവർ രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. അപ്പോൾ അവരാദ്യം പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ട് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിവിടെ മാത്രമല്ല, വേറെ നടന്നിട്ടുള്ളതാണ്. മതേതര മുഖം കൊടുക്കാനായിട്ട് പലപ്പോഴും അന്യമതസ്ഥരെ ഇതിൻ്റെ സ്ഥാനങ്ങളിൽ പിടിച്ചു വയ്ക്കാറുണ്ട്. ഇവരെന്നിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ചാരിറ്റിയിലാണ് തുടങ്ങുന്നത്. ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കും. മൗദൂദി പറഞ്ഞിട്ടുള്ളതുപോലെ തുടക്കത്തിൽ യാതൊരു വിധത്തില വിധ്വംസ പ്രവർത്തനവും പാടില്ല എന്നുള്ള ഒരു കർക്കശമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയയിൽ പോയി നോക്കിയാൽ ഒരു ഫാദർ MD തോമസ്, ഒരു സ്വാമി അഗ്നിവേശ് എന്നിവരൊക്കെ ഇതിൻ്റെ ഈ ചില സ്ഥാനങ്ങളിലൊക്കെ വഹിക്കുന്നതായിട്ടും അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പോലെ കാണുകയാണ്. ഈ ഒരു ആശയമാണ് നമ്മുടെ നേതാക്കളും എടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അച്ഛാ, ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ശക്തമായ ഒരു ഇസ്ലാമിക വൽക്കരണം നടന്നിട്ടില്ല? അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണല്ലോ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ അന്നുള്ള ഈ മുസ്ലിം സ്ത്രീകൾ ഈ തട്ടം ഉപയോഗിക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ പിന്നീട് അത് ഹിജാബായിട്ട് വരുന്നത് കണ്ടു. അതിനുശേഷം ബുർക്കയായിട്ട് ഇപ്പോൾ ഈ നമ്മൾ റോഡുകളിലെല്ലാം കാണാം. ഇത് നേരത്തെ ഒരിക്കലും കണ്ടിരുന്നൊരു സാധനമല്ല. ഇവരുടെ മനസ്സിൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ഒരു ആശയം നന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. മിഡിൽ ഈസ്റ്റിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം.
പിന്നെ മതേതര പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി എന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25 വർഷം മുമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹലാൽ ഷോപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടായിരുന്നുവോ? ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഇത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് എറണാകുളം വിഭജിക്കണം, പിന്നെ മലപ്പുറം വിഭജിക്കണം എന്നൊക്കെയുള്ള വാദങ്ങൾ മറ്റൊരു തലത്തിൽ പോകുന്നത് നമുക്ക് കാണാം. അതിനെല്ലാം കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് എത്രയോ സൂയിസൈഡ് ബോംബിങ്, അതായത് പരലോകം പ്രാപിക്കാനായിട്ടുള്ള രക്ഷ ഇവർക്കുണ്ടല്ലോ, സൂയിസൈഡ് ബോംബിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അല്പം കുറവ് വന്നത് 2020-21 കാലത്താണ്. 3-4 എണ്ണമേ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ 2023 ആണെങ്കിൽ 35 പേര്, 2010 71 പേരൊക്കെയാണ് ഈ കാശ്മീരൊക്കെ എല്ലായിടത്തും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതിനു വേണ്ടി ചാകാനായിട്ട് മരിക്കാനായിട്ട് നടക്കുന്ന ഒരു ബോധവൽക്കരണത്തിലേക്ക് ഈ നയിക്കാനായിട്ട് ഈ മൗദൂദി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഇന്ത്യയിലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇവർ ഭരണത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? വാസ്തവത്തിൽ ഈ ഭരണത്തിൽ വന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ അവർക്ക് ഇത് കിട്ടിയത് ആദ്യം പാകിസ്ഥാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മൗദൂദി പാകിസ്ഥാനിലേക്ക് പോയി നമ്മൾ നേരത്തെ പറഞ്ഞു. മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള മതസ്വാതന്ത്ര്യവും പൗരന്മാർക്കിടയിൽ തുല്യതയുമുള്ള ഒരു രാജ്യമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് എല്ലാ മതത്തിനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും തുല്യമായിട്ട് കാണുന്നു. മൗദൂദി പക്ഷേ മദ്രസകൾ സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് വളർന്നു വന്നു. 1973 ഇസ്ലാമിസ്റ്റ് അല്ലാതിരുന്ന സുൾഫിക്കർ അലി ഭൂട്ടോയ്ക്ക് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അതായത് ഈ പ്രഷർ, നമുക്ക് രാഷ്ട്രീയക്കാർക്ക് പ്രഷറുണ്ടെന്ന് പറയാമല്ലോ. 1974 ഇവരോട് കൂടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അവരോട് കൂടെ നിൽക്കുകയും ചെയ്ത അഹമ്മദിയ മുസ്ലിങ്ങളെ അവർ അമുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. തുടർന്ന് ഭൂട്ടോയെ അട്ടിമറിച്ച് സിയാ ഉൾ ഹക്ക് 1977 ഭരണം പിടിച്ചു. ഹക്കിൻ്റെ ഭരണകാലത്ത് 1977 മുതൽ 88 വരെയാണ് ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൻ്റെ ആശയ സ്രോതസ്സും രാഷ്ട്രീയ വിഭാഗവുമായി. അങ്ങനെയാണ് അധികാരത്തിലേക്ക് വരുന്നത്. പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങളൊക്കെ വഹിച്ചു. അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ടു. തുടർച്ചയായി ഇസ്ലാമിക ഭരണത്തിലേക്ക്, അതായത് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ നിശബ്ദരാക്കി അധികാരമുറപ്പിച്ചു. സമൂഹത്തെ അവർ ഇസ്ലാമിക സമൂഹമായിട്ട് പുനഃസൃഷ്ടി ചെയ്തു എന്നതാണ് കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഹുദൂദ് ഓർഡിനൻസുകൾ. ഈ പറയുന്ന ഇസ്ലാമികവൽക്കരണത്തിൻ്റെ സ്ത്രീകളുടെ അവകാശങ്ങളെല്ലാം നഷ്ടമായി. റേപ്പിൻ്റെ ഇരകൾ, അതായത് ഈ ബലാത്സംഗത്തിൻ്റെ ഇരകളാകുന്ന സ്ത്രീകളുടെ മേൽ വ്യഭിചാര കുറ്റം ആരോപിക്കപ്പെട്ടു. സ്ത്രീകളുടെ സാക്ഷ്യങ്ങൾക്ക് വിലയില്ലാതായി. ശരിയ കോടതികൾ നിലവിൽ വന്നു. അനിസ്ലാമികമായ നിയമങ്ങൾ നിർവീര്യമാക്കപ്പെട്ടു. അതുപോലെയുള്ളത് ഭരണം നടത്തുന്നവർ ന്യായാധിപന്മാരെ നിയമിച്ചു തുടങ്ങി. ഇസ്ലാമിക സക്കാത്ത് നിർബന്ധമായി. സ്കൂൾ പാഠ്യപദ്ധതി മീഡിയം കർശനമായിട്ട് നിയന്ത്രിക്കപ്പെട്ടു. തീവ്ര സുന്നി ആശയങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. മോസ്കുകൾ അധികാര കേന്ദ്രങ്ങളായി. എന്നിട്ട് ഈ റഷ്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 1989 പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ ഈ പാകിസ്ഥാന് തീവ്രവാദികളെ രൂപീകരിക്കുന്ന ഒരു ഹബ്ബ്, ഒരു സെൻറ്ററായിട്ട് മാറുകയാണ്. സാവധാനം ഈ ജിഹാദ് എന്ന് പറയുന്നത് ദേശീയ പരിപാടിയായിട്ട് മാറി. റാഡിക്കൽ ഗ്രൂപ്പുകൾ വളർന്നു. ഇപ്പം നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നെ പാകിസ്ഥാനിലുള്ള പല ഗ്രൂപ്പിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ലോകം മുഴുവനും ഉണ്ട്. ഈ പാകിസ്ഥാനിലുണ്ടായ കാര്യങ്ങളാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ അവർ അടിച്ചമർത്തി. പാർട്ടികൾ നിരോധിക്കപ്പെട്ടു. നേതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1979 സുൾഫിക്കർ അലി ഭൂട്ടോ വധിക്കപ്പെടുകയും ചെയ്തു. ഇസ്ലാമിനെ ഏതെങ്കിലും ഒരു എതിരാളി വരികയാണെങ്കിൽ അതിനെതിരെ ഉപയോഗിക്കുന്ന കാര്യമായി അനിസ്ലാമികം എന്ന് പറയും, ആൻറ്റി പാകിസ്ഥാൻ എന്ന് പറയും, പടിഞ്ഞാറെന്ന് പറയും. ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് അവരെ ലേബൽ ചെയ്തിട്ട് അവരെ മാറ്റിക്കളയുന്ന ഒരു സംവിധാനം അവിടെ നിലവിൽ വന്നു. ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും അടിച്ചമർത്തിക്കൊണ്ടാണ് ഈ പട്ടാള ഭരണം അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ജമാഅത്തിയുടെ ഈ സ്വാധീനത്തിലാണ് ഇന്നുള്ള ഈ പാകിസ്ഥാൻ രൂപപ്പെട്ടത്. ഇവർ ആശയം പ്രചരിപ്പിക്കുന്നത് എന്നാണെന്ന് പറയാനായിട്ട് ഒരു ഉദാഹരണം ഈ ആഴ്ച പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കയ്യിൽ വന്ന് ഒരു പോസ്റ്റ് വായിക്കാം.
നന്ദികേടിൻ്റെ രാഷ്ട്രീയവും നന്മയുടെ മലപ്പുറവും, ഇതാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ വിചാരിക്കുന്നത്. കൊടുക്കും ചിത്രത്തിൻ്റെ അടി കൂട്ടിപ്പുറവ്. ഓർമ്മയുണ്ടോ ഈ ചിത്രം? 2018 മഹാപ്രളയത്തിൽ ചെങ്ങന്നൂർ മുങ്ങിത്താഴ്ന്നപ്പോൾ ആളുകൾ മരിച്ചുപോകും, ഞങ്ങൾ രക്ഷിക്കാൻ ആരെങ്കിലും വരണേ എന്ന് നിലവിളിച്ച ഒരു മന്ത്രിയെ അന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തി വള്ളങ്ങളുമായി ആ പാവങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാഞ്ഞെത്തിയത് മലപ്പുറത്തെ കടലിൻ്റെ മക്കളായിരുന്നു. ഇങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിച്ച് അവർ പുതിയ ആരാണ് ഈ വെള്ളപ്പൊക്കത്തിന് ആളുകളെ രക്ഷിക്കാൻ ഓടിച്ചെന്നതെന്ന് കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ അറിയാം. പക്ഷേ വരുന്ന തലമുറയ്ക്കോ ആൾക്ക് അറിയത്തില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നുണ പ്രചരിപ്പിച്ചാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി അധികാര സ്ഥാപനങ്ങളിൽ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ നുറഞ്ഞു കയറി വിദ്യാഭ്യാസം അടിമുടി അവർ മാറ്റിയെടുത്തു. ശരിയ കോടതികൾ നിലവിൽ വന്നു. ദൈവനിന്ദ എന്ന നിയമം കൊണ്ടുവന്നു. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം ഒരു മതത്തിൻ്റെ ഉത്തരവാദിത്വമായി കുട്ടികളെ പഠിപ്പിച്ചു. ആളുകൾ അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്തു. ഈ ഭരണം കയ്യിൽ വന്നപ്പോൾ ഗൾഫിൽ നിന്ന് കണ്ടമാനം പണം ഇങ്ങോട്ട് ഒഴുകി. അത് നമ്മുടെ നാട്ടിലും അറിയാമല്ലോ. PFIക്ക് വേണ്ടിയിട്ട് 13,000 അക്കൗണ്ടുകളിൽ നിന്ന് ഈ കേരളത്തിലെയും അതിൽ 10,000 കേരളത്തിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നത് പണം വന്നുകൊണ്ട് ഈ ഗൾഫിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഇവിടെ അങ്ങോട്ടും വന്നുകൊണ്ടിരുന്നത് നമുക്ക് വാർത്തകളിൽ വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ കുറേ അധികം പ്രത്യേകതകളുണ്ടാകും. ഈ അധികാരത്തിൽ വന്നതോടുകൂടി ലോകത്തെല്ലായിടത്തും ഇവർക്ക് ബന്ധങ്ങളുണ്ടായി. ഇന്നറിയപ്പെടുന്ന വാസ്തവത്തിൽ പല വലിയ തീവ്രവാദികളും പാകിസ്ഥാൻ്റെ പ്രൊഡക്ഷനാണ്. ഹഫീസ് മുഹമ്മദ് സയ്യദ്, മസൂദ് അസർ, റഹ്മാൻ ലിഖ്വി, ദാവൂദ് ഇബ്രാഹിം, നൂർ വാലി മഖ്സൂദ്, ഇതെല്ലാം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വഴിയുള്ള പ്രൊഡക്ഷനാണെന്ന് നമുക്ക് വിചാരിക്കാം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അവിടെ ആദ്യം വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന അഹമ്മദിയ മുസ്ലിങ്ങൾ, ഇത് മൈനോറിറ്റിയാണ്, അവരെ ആ വിശ്വാസം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അവർ ബാങ്ക് വിളിക്കാൻ പാടില്ല, മുസ്ലിം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. അനേകരെ വധിച്ചു, നേതാക്കന്മാരെ നാടുകടത്തി. ന്യൂനപക്ഷങ്ങൾക്ക് നിലനിൽപ്പ് പരിങ്ങലിലായി. അല്ല, ഈ ബംഗ്ലാദേശിൽ ജമാഅത്തി ഉണ്ടോ? ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടുമ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 4 തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ദേശീയത, അത് ഇസ്ലാമികമല്ല പറയുന്നതനുസരിച്ച്, സോഷ്യലിസം, ജനാധിപത്യം, മതേതരത്വം. കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാന ആശയങ്ങൾ എന്തായിരുന്നു ചോദിച്ചാൽ, രാജ്യത്തിന് മതമില്ല, മതപാർട്ടികൾക്ക് അംഗീകാരമില്ല, വർഗീയതയ്ക്ക് നിരോധനം, എല്ലാ മതങ്ങൾക്കും തുല്യത, മതകാര്യങ്ങളിൽ രാജ്യം നിഷ്പക്ഷമായിരിക്കും. ഇങ്ങനെ 5 കാര്യങ്ങൾ ഇവരുടെ ഈ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. 1947 വിഭജനത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമി അവർ ജമാഅത്തെ ഇസ്ലാമി ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിൽ ഒന്ന് ചേർന്നു. നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെ 71 വിഭജനത്തെ തുടർന്ന് വിഭജന സമയത്ത് ഈ അവിടെയുള്ള ജമാഅത്തിക്കാർ ഈ വിഭജനത്തെ എതിർത്തു. അത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. വിഭജനത്തിന് ശേഷം 1971 ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിക്കപ്പെട്ടു. നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, നാടുകടത്തപ്പെട്ടു. പക്ഷേ ആശയം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1975 ഷെയ്ഖ് മുജീബ് ഉർ റഹ്മാൻ, നമ്മുടെ ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ്, വധിക്കപ്പെട്ടു. പട്ടാള ഭരണം വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീങ്ങി. അപ്പോൾ നേതാക്കന്മാർ തിരിച്ചെത്തി. അതോടുകൂടി മതേതരത്വം ബംഗ്ലാദേശിൽ അവസാനിച്ചു. നാടുകടത്തപ്പെട്ട നേതാക്കന്മാർ തിരിച്ചെത്തിയപ്പോൾ അവർ 1979 ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എന്നുള്ള ഒരു പുതിയ സംഘടനയായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ മൗദൂദിസമാണ് രൂപപ്പെട്ടു. തീവ്ര ഇസ്ലാമികവത്കരണം ബംഗ്ലാദേശിൽ ഇതങ്ങനെ ആരംഭിച്ചു. ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റി. പകരം അല്ലാഹുവിലുള്ള പൂർണ്ണ വിശ്വാസം എന്ന ഒരു ക്ലോസാണ് ചേർക്കപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 1988 ഇസ്ലാം രാജ്യത്തിൻ്റെ മതമായിട്ട് അവർ പ്രഖ്യാപിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇതിനെല്ലാം നീതീകരിച്ചുകൊണ്ടിരുന്നു. അതായത് ആശയപരമായിട്ടുള്ള ഈ പ്രൊപ്പഗാന്ത ഇറാനിൽ നിന്നും താലിബാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ചെയ്തത്, ഇവർ തിരഞ്ഞെടുപ്പിലൂടെ ഈ ആശയം പ്രചരിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിലൂടെ ഇതിലോട്ട് നേടിയെടുക്കാനായിട്ടാണ് പരിശ്രമിച്ചത്. അതിന് രാഷ്ട്രീയ സഖ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോലെ തന്നെ
ഇവർ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അതിനുശേഷം നുഴഞ്ഞു കയറി. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള പ്രവർത്തകരമായ മേഖലയായിട്ട് അവർ കണ്ടത് വിദ്യാർത്ഥി വിഭാഗമാണ്. നമ്മുടെ ഇവിടെയും ഈ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനെല്ലാം ഇതിൻ്റെ ഈ ആശീർവാദം ഉണ്ടെന്ന് ഓർക്കണം. മോസ്കുകളും മദ്രസകളും നടത്തി, സാമൂഹ്യ സേവനങ്ങൾ ചെയ്തു. പൊതുവിൽ ഇവർ വളരെ ആഘോഷമായിട്ട് ധാർമ്മികതയെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് സംസാരിച്ചു. ഈ ധാർമ്മികത ഇവരുടെ ഈ ഡോക്യുമെൻറ്റുകളൊക്കെ പഠിച്ചാൽ ഇത് തമ്മിൽ ചേരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. സാവധാനം മൗദൂദി പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക വൽക്കരണം നടത്തി. അപ്പോൾ ഈ ബംഗ്ലാദേശ് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു, ഇപ്പോഴെന്തായിരുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ ഈ രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെ ഇവർ കിങ് മേക്കേഴ്സായി. അവരാണ് തീരുമാനിക്കേണ്ടി വരുന്നത്. അവർ 2001 മുതൽ 2006 വരെ ഭരണത്തിൽ പങ്കുചേർന്നു. അങ്ങനെ ഇവരുടെ കാഴ്ചപ്പാട് ഈ ഭരണത്തിൽ വരുന്നത് വഴിയായിട്ട് പൊതുവിൽ അംഗീകാരം, അതായത് അത് അംഗീകരിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇതുവരെയും അവർക്ക് ശരിയായ നിയമം അതേപടി നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ അമുസ്ലിങ്ങളോട് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തന രീതി ഇപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ ഈ അടുത്ത കാലത്തെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് കാണാറുണ്ട്. അല്ല, എനിക്കൊരു ഡൗട്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും മാത്രമാണോ പ്രവർത്തിക്കുന്നത്? അതുപോലെ ഹമാസ് പോലെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നാക്രമിക്കുന്നുണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഉണ്ടാക്കുന്നത്. ശ്രീലങ്കയിലാണെങ്കിൽ ശ്രീലങ്ക ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ ഈ അധികാരത്തിലൊക്കെ വരുന്നതോടുകൂടി പുറത്തോട്ടൊക്കെ ബന്ധം വ്യാപിക്കുന്നുണ്ട്. ഇസ്ലാമിക സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക ICNA വഴി US ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1960 മുതൽ യൂറോപ്പിൽ പ്രവർത്തന സാധ്യതകൾ ഇവർക്ക് തുറന്നിട്ടുണ്ട്. UK ഇസ്ലാമിക മിഷൻ, ഇസ്ലാമിക് ഫൗണ്ടേഷൻ, ഇസ്ലാമിക ഫോറം യൂറോപ്പ് ഇൻ ബ്രിട്ടൻ എന്നിവ വഴി ഇവർ യൂറോപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാന പ്രവർത്തന മേഖല ഈ ഇന്ത്യയാണ്, ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയാം. കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ ഗസ്വായി ഹിന്ദ് എന്ന് പറയുന്നൊരു പദ്ധതി നേരത്തെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമികവൽക്കരിക്കാനായിട്ട് ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ പരിശ്രമിക്കുന്ന, അതിന് പലപ്പോഴും ചാരിറ്റി ഒരു മറയായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെ സാമൂഹ്യ സേവന പ്രവൃത്തികൾ മറയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ആശയപരമായിട്ടും അവരുടെ പ്രവർത്തന രീതിയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഭാവിക്ക് ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്.